ഹസ്കർ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഹസ്കർ, ഇവിടെ ഏറ്റവും പ്രധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ മിനിമമായിരുന്നു. ഇത്തവണ കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സീറ്റുകളാണ് കിട്ടേണ്ടത്. ആകെ ഒരു മൂർഷിദാബാദ്, ബംഗാളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചില തമിഴ്നാടുണ്ട്. അതുപോലെ തന്നെ 2-3 സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുമുണ്ട്. അതിനകത്ത് ബീഹാറിലെയും രാജസ്ഥാനിലെയും സാധ്യതകൾ ഇപ്പോൾ കൂടുതലായി പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ റോൾ ഉറപ്പിച്ചു നിർത്താൻ കേരളം എത്ര പേരെ അയക്കുമെന്നാണ് ഹസ്കർ വിചാരിക്കുന്നത്? ഇതൊരു അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച CPM സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായും CPM കേരളത്തിൽ 6 മുതൽ 8 സീറ്റുകൾ ഇടതുപക്ഷത്തിന് നേടാനാകും എന്ന വിലയിരുത്തലിലാണ് നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുതന്നെയാണ് പ്രതീക്ഷയും. 4-ാം തീയതി ആ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാര്യം ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലുള്ള 2 സീറ്റിലും ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത്. രാജസ്ഥാനിലും അതുപോലെ ബീഹാറിലും പ്രതീക്ഷ അർപ്പിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നാണ് ഒടുവിലത്തെ വിലയിരുത്തലുകൾ. അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ്. ബംഗാളിൽ പഴയ സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെടുത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടാവും. ബംഗാളിൽ പല സീറ്റുകളിലും വലിയ മത്സരം നടത്താനും കഴിഞ്ഞിട്ടുണ്ട് CPM എന്നുള്ളതാണ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നികേഷ്, ഓക്കെ, കേരളത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ BJP ചിഹ്നത്തിൽ ഒരാളെ ജയിപ്പിച്ചിട്ടില്ല. NDA 2004 ജയിച്ചിരുന്നു, പക്ഷേ BJP ചിഹ്നത്തിൽ ജയിച്ചിട്ടില്ല എന്ന്. ഇത്തവണ ജയിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും 2 തിരുവനന്തപുരവുമാണ്. ഈ 2 മണ്ഡലങ്ങളിലും താമര ചിഹ്നം ജയിക്കും എന്നുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് BJP പറയുന്നത്. അല്ല, BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നിലനിൽക്കുന്നില്ല. അവർക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന A ക്ലാസ് മണ്ഡലങ്ങൾ തന്നെയാണ് തൃശ്ശൂരും തിരുവനന്തപുരവും. പക്ഷേ എന്നാൽ BJP ജയിക്കും എന്നൊരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം BJPക്ക് അതിനുള്ളൊരു സാധ്യത കേരളത്തിൽ കാണുന്നില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്താകമാനം CPM വലിയൊരു ആശയ സമരത്തിന്റെ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു വലിയ ആശയ സമരം തുടങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകും. കാരണം പരാജയപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ബി എൻ ഹസ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. BJPക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. 6 മുതൽ 8 വരെ സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ബി എൻ ഹസ്കർ നിലനിർത്തുന്നത്.